IPL ശേഷം നിന്നുപോയ ഒരു വീഡിയോ എടുക്കൽ പരിപാടി വീണ്ടും പുനരാരംഭിച്ചിരിക്കും. സ്കൂൾ തുറന്നതുകൊണ്ട് കുറച്ച് എന്താ പറയാ വീഡിയോ എടുക്കാനുള്ള പരിമിതികൾ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലെയേഴ്സ് ഫാൻ ഫൈറ്റ് ആണ്. രോഹിത്, കോഹ്ലി, ധോണി, ഈ മൂന്ന് പേരെ കുറിച്ചുള്ള ഒരു പ്ലെയേഴ്സ് ഫാൻ ഫൈറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ധോണി ഫാനായ SD തുറന്നത് എന്താണ് ധോണിയെ കുറിച്ച് പറയുന്നത്? ധോണിയെ കുറിച്ച് പറയാൻ കുറെ ഉണ്ട്. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ഒരു ക്യാപ്റ്റൻ ആണ്. ഇന്ത്യനെ ഒരു വേൾഡ് കപ്പ് എടുത്ത ഒരു ക്യാപ്റ്റൻ കൂടിയാണ്. അത് മാത്രമല്ല യങ്സ്റ്റേഴ്സിനെ വളർത്തി വലുതാക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. നമ്മള് കഴിഞ്ഞ IPL തന്നെ കണ്ടു, കുറെ കളി കഴിഞ്ഞാലൊക്കെ ധോണി യങ്സ്റ്റേഴ്സിനൊക്കെ പോയിട്ട് പിന്നെ അദ്ദേഹത്തിന് ടിപ്സ് അതൊക്കെ പറഞ്ഞത്. ധോണി ഒരു സക്സസ്ഫുൾ ക്യാപ്റ്റനാണ്. കോഹ്ലിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? കോഹ്ലി 2016 കോഹ്ലി അല്ല ഇപ്പൊ കാണുന്നത്. 2009-11 സീസണിലെ ധോണിയാണ് അപ്പൊ. അതല്ല, അത് ഞങ്ങളിവിടെ സംസാരിക്കുമ്പോൾ അത് എല്ലാവർക്കും മഞ്ഞ പോകുന്നുണ്ട്. അത്രയും ഞാനിവിടെ പറഞ്ഞു. പക്ഷെ ഇത്രയും എല്ലാവർക്കും കൂടെ പറയാനുള്ള സ്പേസ് ശ്രദ്ധിക്കുക. നോക്കൂ, കോഹ്ലി ഇപ്പൊ വയസ്സ് എത്ര? 33 ഈ 33 വയസ്സിൽ ധോണി എങ്ങനെ കളിച്ചത് നിങ്ങൾക്കറിയാം? രോഹിത് ഇപ്പൊ എങ്ങനെ കളിക്കുന്നത്? രോഹിത് ഇപ്പൊ എങ്ങനെ കളിക്കുന്നത്? ഇന്റർനാഷണൽ എങ്ങനെയാ കളിക്കുന്നത്? IPL നിങ്ങൾ IPL ഇന്റർനാഷണൽ വരുമ്പോൾ തന്നെ കോഹ്ലി എന്താ വ്യത്യാസം പറയാൻ എന്ത് വരാൻ? ഇത്രയും നാൾ വന്നതിൽ നിങ്ങൾ എന്ത് കാണിച്ചു? ഇത്രയും 8 വർഷം 8-9 വർഷം ക്യാപ്റ്റനായി അല്ലെ? എന്ത് ചെയ്തു? നീ ഗൂഗിളിൽ പോയിട്ടൊന്ന് എന്ത് ചെയ്തു? അത് ശരിയെന്ന് പറയാം. ഇംഗ്ലണ്ടിൽ പോയിട്ട് ഏതെങ്കിലും ആള് ജയിച്ചിട്ടുണ്ടോ? സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് ICC ഏതെങ്കിലും ഒരു ടൂർണമെന്റ് മാത്രമാണ് ഒരു ബ്ലാക്ക് മാർക്കായില്ല. ഒരു മിനിറ്റ് പറയാൻ പറ്റി. അത് മാത്രമാണ് ഒരു ബ്ലാക്ക് മാർക്ക് ആയിട്ടുള്ളത്. ബ്ലാക്ക് മാർക്കൊക്കെ ഇല്ല. കോഹ്ലി ക്യാപ്റ്റനായി കൊണ്ടൊന്നല്ല, മനസ്സിലായില്ലേ? പ്ലേയേഴ്സിന്റെ കരുത്ത് കൊണ്ടാണ് ഇംഗ്ലണ്ടിൽ കോഹ്ലി ഋഷഭ് പന്ത് നിന്നിട്ടാണോ ജയിപ്പിച്ചത്? അവ കോഹ്ലി നിന്നിട്ടാണോ? ഈ അഗ്രസീവ് ക്യാപ്റ്റൻസി വന്നതിന് ശേഷം സ്ലെഡ്ജിങ് തന്നെ തിരിച്ച് എന്ത് കാര്യം? കളി ജയിക്കാൻ പണ്ടൊക്കെ ഒരു മിനിറ്റ് പണ്ടൊക്കെ സ്ലെഡ്ജിങ് കേട്ടാൽ മിണ്ടാൻ നിൽക്കായിരുന്നു. ഇപ്പൊ അത് മാറി. കാരണം എന്താണ്? കോഹ്ലിയുടെ അഗ്രസീവ് ക്യാപ്റ്റൻസി ഇതുകൊണ്ട് എല്ലാവരും പറയാൻ പറ്റുമോ? പണ്ടത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോ അപ്പുറത്ത് പോയിട്ട് ആ ബുദ്ധിയുള്ള അപ്പൊ ഒരിക്കലും ധോണി ഞാൻ ധോണിയെ കുറ്റം പറഞ്ഞു. നിങ്ങളിപ്പോ ധോണി എങ്ങനെ കളിക്കുന്നത്? ഞാൻ എങ്ങനെ കളിക്കുന്നത് പറഞ്ഞു. അടച്ചാൽ ആക്ഷേപിക്കാൻ ഞാൻ പറയുന്നില്ല. അപ്പൊ ഇത്രയും നല്ലൊരു ക്യാപ്റ്റന്റെ കുറ്റം പറഞ്ഞ് വളരെ മോശം. ആയിക്കോട്ടെ, അത് ഞാൻ സഹിച്ചു. നിങ്ങൾ പിന്നെ അന്നൊരിക്കലും ഒരു വീഡിയോ പറയണ്ടത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. RCBക്ക് ഒരു എന്താ പറയാ ഒരു നല്ലൊരു എന്താണ് താങ്ങില്ലാത്തതുകൊണ്ടാണ് ജയിക്കാൻ കപ്പടിക്കാൻ പറ്റാത്തത്. അപ്പൊ ഞാൻ പറയേണ്ട ABD വില്ലേഴ്സ് പോലെ എത്രയും നല്ലൊരു താരങ്ങൾ വന്നിട്ടും നിങ്ങൾക്ക് കപ്പടിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? കാരണം അൺലക്കി ആയ ഒരു ടീമാണ് നിങ്ങൾ അത് നേരെ ഒരു ക്യാപ്റ്റൻഷിപ്പ് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒന്ന് ഹേറ്റേഴ്സ് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യും. കാരണം എന്താണ് അതിനുള്ളൊരു വഴിയില്ല. അതിനുള്ളൊരു മറുപടി പറയാൻ ഞങ്ങൾക്ക് ഇതില്ല. കാരണം ഏറ്റവും അൺലക്കിയസ്റ്റ് ടീമാണ് RCB എന്നുള്ളത് നിങ്ങൾ തന്നെ പലതവണ പറയുന്നത്. കുറെ പക്ഷെ ഒരുപാട് അഗ്രസീവ് ആയാലും നടക്കില്ല. കാരണം ഇവിടെ നമ്മളിപ്പോ 5 കപ്പടിച്ചത് 4 കപ്പടിച്ച ടീമുണ്ട്, മനസ്സിലായി? ഇവിടെ ഒരു കളി ജയിച്ചു കഴിഞ്ഞാൽ കോഹ്ലിയെ കാണിക്കില്ല നമുക്ക് അറിയാം. ഇവിടെ 4 കപ്പ് 5 കപ്പ് അടിച്ച ടീമുകളുടെ ക്യാപ്റ്റൻസി കഴിയില്ല, പിന്നെയാണില്ല. അപ്പൊ ഈ അഗ്രസീവ് കാണിക്കുമ്പോ നന്നായി കപ്പടിക്കാത്ത ടീമുകൾ കാണിക്കണം. അല്ലാണ്ട് വെറുതെ മുംബൈയോട് ചെന്നൈയോട് വന്ന് മുട്ടാൻ നിന്നാലും നടക്കില്ല, മനസ്സിലായി? ഒരു കളി ജയിച്ചാലും ഒരു കപ്പ് ജയിച്ചാലും സന്തോഷത്തിന് യാതൊരുവിധ കുറവുമില്ല. കുറവുണ്ട്. എങ്ങനെയാണ് കുറവ് വരുന്നത്? ഇത്രയും നിങ്ങൾ എന്താ എലിമിനേറ്റർ എത്തുകയും എന്തൊക്കെ കാണിച്ചു എന്നിട്ട് എലിമിനേറ്ററിൽ പൊട്ടിയില്ലേ? അതന്നെ ഞാൻ പറയുന്നത്. ഒരു കളി ജയിച്ചാലും ഒരു കപ്പ് ജയിച്ചാലും സന്തോഷം തന്നെയല്ലേ അവിടെ വരുന്നത്. സന്തോഷമാണ്. പക്ഷെ പിന്നെ ഇത്രയും സന്തോഷം കാണിക്കുന്നത് എന്ത് കാര്യം? അത് അദ്ദേഹത്തിന് പേഴ്സണൽ. അതാണ് ഒരു മിനിറ്റ് ഒറ്റ കാര്യം. നിങ്ങൾ ആരും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ കാര്യം.
ഇദ്ദേഹം ബോളിംഗ് ഒരു വിക്കറ്റ് എടുത്താൽ കാണിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. ആണോ? ഒരു മിനിറ്റ് ഒരു ബൗൾഡ് ഇദ്ദേഹത്തെ കാണിക്കുന്നത് നമുക്കറിയില്ലേ? അല്ലേ? അല്ലേ? അപ്പൊ ഇദ്ദേഹത്തിന് ഇതിവിടെ പറയാനുള്ള അവകാശമുണ്ടോ? ശരി ശരി അവകാശമില്ല. നീ എന്നാ അല്ലേ? ശരി. അപ്പൊ ഇതിവിടെ ഒരു കളി ജയിക്കാൻ അവന്റെ പിൻവലി, അതാണ് ഞാൻ പറയുന്നത്. ശരി, അവൻ എന്തെങ്കിലും ശരി സമ്മതിച്ചു. ഇതിപ്പോ ഒരു കളി എല്ലാം ഡക്കായിട്ട് ഇപ്പൊ ഒരു കളി അവന്റെ പിൻബലത്തിൽ എല്ലാം ജയിച്ചിട്ട് ഇങ്ങനെ വലിയ അഗ്രസീവ്നെസ് കാണിക്കേണ്ട ഒരു കാര്യമില്ല. എന്ത് കാര്യമുണ്ട്? അതെ, ഒരു കാര്യം അത് പറഞ്ഞ പോയിന്റ് ആണ്. ഒരു കാര്യം പറയട്ടെ. നമ്മളിവിടെ നാട്ടിൽ കളിക്കുമ്പോഴായാലും ഇവൻ ഡക്കിൽ കുറെ തവണ ഇട്ടുണ്ട്. നമ്മുടെ ടീമിൽ ചാടി ചെയ്യും. അങ്ങനെ എന്തെങ്കിലും പെർഫോമൻസ് കൊടുത്തിട്ടായിരിക്കണം വലിയ ഷോ. കാര്യം പറയാം, ഷോ ഓഫ് ഭയങ്കര കൂടുതലാണ്. മനസ്സിലായി? നിങ്ങളായിരിക്കും IPL കണ്ടാൻ കളിയും വേണ്ടി വരുന്നത്. ഞാൻ ഇതിനെ ക്രിക്കറ്റ് എന്ന കണ്ടത്തിന്റെ ക്രിക്കറ്റ് വെച്ച നല്ല പിച്ച് ഇങ്ങനെ നീട്ടി കളിച്ചിട്ടുള്ള പിച്ചൊന്നല്ലേ? അല്ല, നിങ്ങൾ തന്നെ പറയും ഇത് കണ്ടാൻ കളി IPL ആണ്, ഇത് ക്രിക്കറ്റിനാണ്. ഇത് ഒരു എന്താ പറയുക, ലൈഫ് പോലെയാണ്. എവിടെ കളിച്ചാലും ആ ഹാപ്പിനെസ് ഒന്നാണ്. അതൊക്കെ രോഹിത്തിനെ കണ്ടുപിടിക്കും. ഒരു കളി ജയിച്ചാൽ ഒരു കപ്പ് അടിച്ചാലും ഒരേ പോലെ. ധോണിയെ കണ്ടുപിടിക്കും. ഒരു കളി ജയിച്ചാൽ ഒരു കപ്പ് അടിച്ചാലും അല്ല പറയുന്നത്. ഞാൻ അല്ല പറഞ്ഞിട്ടില്ല. അല്ല അല്ല ഞാൻ താങ്കൾ ഇതിനെയാണ് പറയുന്നത്. IPL വേറെ, രണ്ടും ക്രിക്കറ്റാണ്. സമ്മതിച്ചു മനസ്സിലായി. പക്ഷെ 4 പേര് കളിക്കുമ്പോഴുള്ള ഹാപ്പിനെസ് അല്ലേ അവിടെ പേര് കളിക്കുന്നത്. നീ ചെയ്യുന്നത് തന്നെയാണ് കോഹ്ലി അവിടെയും ചെയ്യുന്നത്. ഞാൻ ക്യാച്ച് എടുത്തിട്ടാ ക്യാച്ചിൽ എന്താ ഇത്രയൊക്കെ കാണിക്കുന്നത്. എന്നിട്ട് ആ കളി നോക്കിയാൽ അവന്റെ വലിയ ഷോ കണ്ടു കഴിഞ്ഞാൽ എന്റെ അമ്മ ആരെയും വിശ്വസിക്കും. ഇങ്ങനെയൊക്കെ കളി കഴിയില്ലാത്ത സമയത്തായിരിക്കും അവന്റെ ഷോ. ഈ അടച്ചാക്ഷേപിക്കാൻ കുറെ കാരണങ്ങൾ ഉണ്ടാവാം. അത് കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ഡിബേറ്റ് വെച്ചിരിക്കുന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ, നീ കോഹ്ലിയെ ഹേറ്റ് ചെയ്യുന്നതിന്റെ കാര്യം നിന്റെ ഐഡിയലിനേക്കാൾ എത്രയോ മികച്ചതാണ് കോഹ്ലി എന്നതുകൊണ്ട് മാത്രമാണ്. പിന്നെ നിന്റെ ഐഡിയലിലെ കുറെ റെക്കോർഡുകൾ കോഹ്ലി തകർത്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമേ നീ ഹേറ്റേഴ്സ് ഒന്നുകൂടി പറഞ്ഞോളൂ. IPL ഇനിയും വരും. അല്ല, ആ ഐഡിയ വെച്ച് എന്താ കപ്പടിക്കാൻ ഐഡിയയോ? താങ്കൾ പറഞ്ഞില്ലേ ഇവനെക്കാട്ടി നല്ല ഐഡിയ ഉണ്ട് ഐഡിയ. അപ്പൊ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം. താങ്കൾ പറയും ഐഡിയ ഇനി മുന്നോട്ട് കൊണ്ടുപോകണോ? ശരിക്കും ആൾക്ക് അക്ഷരസ്ഫുടതയും ചെയ്യുക. ബാക്കി പറയാൻ ഇനി ധോണിയെ കുറിച്ച് നമുക്ക് വരാം. അല്ലെ അല്ലെ, ധോണി തുടക്കകാലത്ത് ഒരു നല്ല പ്ലെയർ. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഫോമൗട്ട് അതൊരു ടീമിന് എന്താ പറയാ ഒരു ബാധ്യതയാണ്. ഒരിക്കലും ഒരു ബാധ്യതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഞാൻ മിസ്റ്റർ ധോണി ഫാൻ. ഞാൻ അല്ലല്ല, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ചോദിച്ചു കഴിയട്ടെ. താങ്കളുടെ ക്വസ്റ്റ്യൻ പറയാം, നിങ്ങൾക്ക് അവസരം തരാം. ആദ്യം ഞാൻ CSK ഫാനോട് ചോദിക്കട്ടെ. അപ്പൊ ധോണി ഇപ്പൊ ഒരു ബാധ്യതയായിട്ട് ടീമിന് തോന്നുന്നു. കാരണം വേറൊരു യങ്സ്റ്റർ പ്ലെയറിനെ, അതായത് ഫിനിഷർ പോലെയുള്ള പ്ലെയറിനൊന്നും അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല പ്ലെയിലാണ്. അപ്പൊ അതൊരു ബാധ്യതയായിട്ട് ടീമിന് ഉണ്ട്. ബാധ്യതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് സ്കിൽസ് അത്ര കുറഞ്ഞേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ മാസ്റ്റർ മൈൻഡ് ഒരിക്കലും അതെ സമ്മതിച്ചു. ഞാൻ ഒരിക്കലും മാസ്റ്റർ മൈൻഡിനല്ല കുറ്റം പറയാം. അപ്പൊ ഇത്രയും ബാറ്റിംഗ് ഇല്ലാതെ വരുമ്പോൾ ഇപ്പൊ ഫസ്റ്റ് ഒരു 5 വിക്കറ്റ് പെട്ടെന്ന് ബോൾ ചെയ്യും. ഇപ്പൊ ധോണിയാണെങ്കിൽ ഇറങ്ങണമെങ്കിൽ നമുക്ക് ഇപ്പോഴുള്ള ധോണി വെച്ചിട്ട് നമുക്കത് നടക്കില്ല അല്ലെ. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കേട്ടുണ്ടെങ്കിൽ ആർക്കും ഉണ്ട്. ഇത് പക്ഷെ വല്ലാത്ത ആൾക്കാര് 40 വയസ്സായിട്ട് നിർത്തി പോണം. ഇല്ലെങ്കിൽ പിന്നെ ജെയിംസ് ആൻഡേഴ്സിനെ പോലെയുള്ള ആളായിരിക്കാം. അല്ലാണ്ട് വെറുതെ നിൽക്കണ ഈ പരിപാടിക്ക്. അതിനോട് ഞാൻ നിർത്തിയിട്ട് പോകണം എന്നുള്ളതിനോട് യോജിക്കില്ല. താങ്കൾ പറഞ്ഞ ഒരു ഫിനിഷറെ കേട്ടാണ്. ഈ ഫിനിഷർ ഇപ്പൊ ആലോചിച്ചു ഒരു എന്താണ് 54 റൺസ് അടിച്ചു ഫിനിഷിങ്. 50 ഒരു മിനിറ്റ്, ഞാൻ ധോണി അല്ല പറയുന്നത്. ആ ഫിനിഷർ നല്ലൊരു ഫിനിഷിംഗ് 54 റൺസ് അടിച്ചു, ഇല്ലെങ്കിൽ 23 റൺസ് അടിച്ചു, നല്ലൊരു ഫിനിഷിംഗ് ടച്ച് കൊടുത്തു. ഈ ഫിനിഷിംഗ് ഇത് കൊടുത്തിട്ടും ആ ടീം അവസാന ഓവർ 6 റൺ വേണമെങ്കിൽ അത് സുഖം ജയിക്കും. പക്ഷെ അവിടെ വിക്കറ്റിന് വലിയ ധോണിയാണെങ്കിൽ ജയിക്കുന്നവർക്ക് 99% ആയിരിക്കാം. കാരണം ആ മനുഷ്യന്റെ തലയൊന്നും ഇതുവരെയായിട്ട് ഏത് രോഹിത്തിനും ആയിട്ടില്ല, ഏത് കോഹ്ലിക്കും ആയിട്ടില്ല ആ സമയം. കാരണം ഞാൻ പറഞ്ഞത് അയാളുടെ പ്ലേയിങ്
ഇപ്പൊ ആ ഒരു ടീമിന് എന്താ പറയാ ഒരു എന്താ ക്രിക്കറ്റിന്റെ ബാറ്റും ബോളും കൊണ്ട് മാത്രമല്ല ഫീൽഡ് പ്ലേസ്മെന്റ്. ശരി, അപ്പൊ ഫീൽഡ് പ്ലേസ്മെന്റ് ആണ് ഇപ്പൊ ഒരു ബാറ്ററിന്റെ ഫീൽഡ് പ്ലേസ്മെന്റ് മാറ്റി നിർത്തിയൊരു കാര്യമില്ല. ഇല്ല, ബോളിംഗ് ടെക്നിക്സ് ബോളിംഗ് ആ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് CSK ബാക്കപ്പ് ചെയ്യുന്നതും അടുത്ത കൊല്ലം കൂടെ കളിക്കുക അത് പറയുന്നതും. അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. ശരി, ആയ കാലത്ത് നന്നായി കളിച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും കളിച്ചതൊക്കെ നീ ഇവിടെ നമ്മള് അതായത് അപ്പൊ അങ്ങനെ വലിയ ഉപദേശം കൊടുക്കണമെങ്കിൽ ബോളിംഗ് വേണമെങ്കിൽ മെന്ററായി നിർത്താലോ. എന്തിന് പ്ലെയർ ആയിട്ട് തന്നെ ടീമിൽ നിർത്തണം. അതാണ് ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഈ അടുത്ത കൊല്ലം IPL ഹോം ഏവേ ആക്കാൻ പോകുന്നത് താങ്കൾ പറഞ്ഞു അല്ലെ. അപ്പൊ അടുത്ത കൊല്ലത്തോടെ മിക്കവാറും ബോളിംഗ് വേണ്ടി അവൻ പറഞ്ഞത് എപ്പോ ചേർപ്പത്തിൽ കളി വരുന്നു അപ്പൊ വരുന്നെങ്കിൽ പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഒരു ക്യാപ്റ്റൻ, അതായത് ഇപ്പൊ ഫ്യൂച്ചർ ക്യാപ്റ്റനെ തപ്പാണി അവർക്ക് എന്തായാലും കുറച്ച് ട്രെയിനിങ് കൊടുക്കണ്ടേ. അപ്പൊ അതിപ്പോ കൊടുക്കാണ്ട് ജഡേജ ക്യാപ്റ്റനാക്കി പിന്നെ അവന് പറ്റില്ല ഓർമ്മ പറയുന്നത്. അപ്പൊ ഇനി നേരിട്ട് ഒരു പുതിയ ക്യാപ്റ്റനിലേക്ക് വരുമ്പോ അത് അദ്ദേഹത്തിന് എത്രത്തോളം ബാധിക്കും എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി? പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി? അതന്നെ ഇവിടെ ജഡേജ ക്യാപ്റ്റൻ ആയതിനു ശേഷം ഉള്ള ആ CSK തിരിച്ചു ധോണി ആയതിനു ശേഷമുള്ള CSK തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം ആ മനുഷ്യന്റെ പവർ. അത്ര തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. രോഹിത്തിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നേരത്തെയൊക്കെ മൂപ്പര് ഇപ്പൊ എല്ലാരും വടാപ്പ എന്നാണ് രോഹിത്തിനെ വിളിക്കുന്നത് ആ ശരീരം കൊണ്ട്. പക്ഷെ ആ ശരീരം കൊണ്ടും എല്ലാ ഫിറ്റ്നസ് ടെസ്റ്റും പാസ്സാവുന്ന അത് ഇപ്പൊ കോഹ്ലിയെ കൊണ്ട് സമ്മതിക്കാം, വേറെ പ്ലേയേഴ്സിനെ കൊണ്ട് സമ്മതിക്കില്ല. കാരണം അത്രയും നല്ലൊരു പ്യുവർ ക്ലാസ് ആയിട്ടുള്ള ഓപ്പണർ വേറെ വഴി കിട്ടില്ല. മോസ്റ്റ് സിക്സസ് ഇൻ ODIs അത് അദ്ദേഹത്തിന് വരുന്നത്. പിന്നെ എല്ലാ ഫോർമാറ്റിലുള്ള സിക്സസ് ഏറ്റവും കൂടുതൽ അടിച്ച ഇന്ത്യൻ പ്ലെയറിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഹിറ്റ്മാനെ വെല്ലാനും ഏത് കോഹ്ലിയും റൺ മെഷീൻ ആകും. കാരണം റൺ മെഷീൻ ക്യാപ്റ്റൻഷിപ്പിലൊന്നും റൺ മെഷീന് പറ്റില്ല. എന്താ പറയാ, എനിക്കിവിടെ ഒരു 5 ട്രോഫീസ് പറ്റും. ഒരു 5 ട്രോഫീസ് ഒരു കണക്ക് പോകാണ്ട് എന്താണ് T20യുടെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് രോഹിത്തിനും 3000+ റൺസ് ഉണ്ട്, കോഹ്ലിക്കും 3000+ റൺസ് ഉണ്ട്. നിങ്ങൾ പറയുന്ന ODI നോക്കുകയാണെങ്കിൽ എന്താണ് രോഹിത്തിന് 9000 സംതിങ് റൺസും കോഹ്ലിക്ക് 12000 സംതിങ് റൺസും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് റൺ മെഷീൻ വിളിക്കാൻ കാരണം. അതുകൊണ്ട് താങ്കൾ പറയുന്നത് ഈ കോഹ്ലിയെ ഹിറ്റ്മാനുമായിട്ട് എവിടെയും താരതമ്യം അതിനോട് ഒരിക്കലും ഞാൻ പറയാം. ഒരു ഓപ്പണർ ആയിട്ടാണ് രോഹിത് അത് തന്നെയാണ് എന്റെ അപ്പൊ സ്വിംഗ് ബോളിനെയൊക്കെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലാണ്ട് വണ്ടോണി കളിച്ചത് ചൊത്തി നിന്നിട്ട് ഒരു 40-100 അടിച്ചു കയറി. പിന്നെ മാത്രമല്ല ഒരു ക്യാപ്റ്റൻസി വിരാട് കോഹ്ലിയെ കൊണ്ട് പറ്റും ഈ രോഹിത് ശർമ്മ ക്യാപ്റ്റൻസി. എന്നിട്ട് എന്തുകൊണ്ട് ഒരു കപ്പ് പോലെ അടിച്ചില്ല? അത് നിങ്ങൾ പറഞ്ഞു. എല്ലാവരും ഒരു കപ്പ് ആ ഒരു കാര്യത്തിലാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇത്രയും കൊല്ലമായിട്ട് നിങ്ങൾക്ക് പറ്റാത്ത നിങ്ങൾ പറ്റുന്ന